ഹലോ എവരിവൺ, ദിസ് അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ CHSL എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ആ ഒരു സീരീസിൻ്റെ പാർട്ടായിട്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്കയുമായിട്ട് റിലേറ്റ് ചെയ്ത് 2023 CHSL എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കണക്റ്റഡ് ഫാക്റ്റുകളുമാണ്. നിങ്ങൾക്ക് 100% ഈ ക്വസ്റ്റ്യൻസ് എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കണക്റ്റഡ് ഫാക്റ്റുകൾ ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എക്സാമിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്നും അതോടൊപ്പം നമ്മൾ GK പോർഷൻസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നും. ഓക്കെ ആണല്ലോ? അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഈ PDF നോട്ട്, അതായത് ഈ PPT, ഈ PDF നോട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആക്കും. അപ്പോൾ വൺ ടൈം നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം ജസ്റ്റ് ആ PDF എടുത്ത് പിന്നീട് റിവൈസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കാം. The first question, okay. What is the total route length of the Indian Railways? Indian Railways-ന്റെ ടോട്ടൽ റൂട്ട് ലെങ്ത് എത്രയാണ്? അത് മാർച്ച് 2020 പ്രകാരം ടോട്ടൽ റൂട്ട് ലെങ്ത് എത്രയാണ്? അതാണ് ക്വസ്റ്റ്യൻ. ഇന്ത്യൻ റെയിൽവേസിന്റെ ടോട്ടൽ റൂട്ട് ലെങ്ത് എത്രയാണ്? അങ്ങനെ വെച്ചാൽ അതിന് ആൻസർ 67,956 കിലോമീറ്റർ ആണ്. ഓക്കെ, 67,956 കിലോമീറ്റർ ആണ് ഇന്ത്യൻ റെയിൽവേസിന്റെ ടോട്ടൽ ലെങ്ത്. ഇപ്പം തന്നെ നോട്ട് ചെയ്ത് പഠിച്ചോ. 67,956 എന്ന് പറയുന്നതാണ് ഇന്ത്യൻ റെയിൽവേയുടെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. ദെൻ അതിൻ്റെ കൂടെ തന്നെ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളോട് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ നാവിഗബിൾ ആയിട്ടുള്ള ഇൻലാൻഡ് വാട്ടർവേസിന്റെ ലെങ്ത് എത്രയാണെന്ന് ചോദിക്കും. ഇൻലാൻഡ് വാട്ടർവേസ്, നാവിഗബിൾ ആയിട്ടുള്ള ഇൻലാൻഡ് വാട്ടർവേസിന്റെ ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ 14,500 കിലോമീറ്റർ ആണ് കേട്ടോ. നാവിഗബിൾ ആയിട്ടുള്ള ഇൻലാൻഡ് വാട്ടർവേസിന്റെ ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ 14,500 കിലോമീറ്റർ ആണ്. ഇനി ഓർക്കേണ്ടത്, അതുപോലെ തന്നെ നമുക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഗോൾഡൻ ക്വാഡ്രിലാറ്ററലിന്റെ ലെങ്ത് എത്രയാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ. അപ്പൊ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ, ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ ഹൈവേ പ്രോജക്റ്റ് ആണ് കേട്ടോ. ഹൈവേ പ്രോജക്റ്റ് ആണ് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ. ഈ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്നുള്ളത് ഭാരത് മാല പ്രോജക്റ്റിന്റെ പാർട്ട് കൂടിയാണ് കേട്ടോ. ഭാരത് മാല പ്രോജക്റ്റിന്റെ പാർട്ടാണ് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു തവണ എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത് ഈ ഗോൾഡൻ ക്വാഡ്രിലാറ്ററലിന്റെ ടോട്ടൽ ലെങ്ത് എത്രയാണെന്ന് ക്വസ്റ്റ്യൻ വന്നു. അത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5,846 കിലോമീറ്റർ ആണ്. 5,846 കിലോമീറ്റർ ആണ് ഗോൾഡൻ ക്വാഡ്രിലാറ്ററലിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഈ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു? ഹൈവേ പ്രോജക്റ്റ് ആണെന്ന് പറഞ്ഞു. ഇത് ഭാരത് മാല പ്രോജക്റ്റിന്റെ പാർട്ടാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ ഏതൊക്കെ പ്ലേസസിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നു അതുകൂടി നമ്മൾ പഠിച്ചു വെക്കുക. ഏതൊക്കെ പ്ലേസ് ആണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ ഏതൊക്കെയാണ്? ഡൽഹി, കൊൽക്കത്ത, അതുപോലെ മുംബൈയും ചെന്നൈയും. ഓക്കെ, മുംബൈയും ചെന്നൈയും. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 2023 CHSL ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതുമായിട്ട് കണക്ട് ചെയ്ത ഫാക്റ്റുകളൂടെ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് ഓർത്തിരിക്കാൻ പറ്റുമല്ലോ. നമ്മൾ എന്തായിരുന്നു പഠിച്ചത്? എന്തായിരുന്നു? ടോട്ടൽ റൂട്ട് ലെങ്ത് ഓഫ് ഇന്ത്യൻ റെയിൽവേസ്. ഇന്ത്യൻ റെയിൽവേസിന്റെ ടോട്ടൽ റൂട്ട് ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 67,956 കിലോമീറ്റർ. ഓക്കെ ആണല്ലോ. നാവിഗബിൾ ആയിട്ടുള്ള വാട്ടർവേസിന്റെ ലെങ്ത് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 14,500 കിലോമീറ്റർ ആണ്. ദെൻ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ ഹൈവേ പ്രോജക്റ്റ് ആണ്, ഭാരത് മാല പ്രോജക്റ്റിന്റെ പാർട്ടാണ്. ഈ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ ലെങ്ത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5,846 കിലോമീറ്റർ ആണ്. അത് ക്ലിയർ ആണല്ലോ. അപ്പോൾ ഒരു കാര്യം കൂടി ഓർത്ത് വെക്കുക, ഈ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ കണക്ട് ചെയ്യുന്ന പ്ലേസസ് എവിടെയൊക്കെയാണ്? അത് ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ. ഈ 4 പ്ലേസസിനെയാണ് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ കണക്ട് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ടോട്ടൽ നാവിഗബിൾ ആയിട്ടുള്ള എത്ര വാട്ടർവേസ് ആണുള്ളത്? ടോട്ടൽ എത്ര വാട്ടർവേസ് ആണ് ഇന്ത്യയിലുള്ളതെന്ന് വെച്ചാൽ അതിന് ആൻസർ 111. 111 വാട്ടർവേസ് ആണുള്ളത്. ഈ 111 എന്ന് പറയുന്ന നമ്പർ ഇത് ഓൾറെഡി എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നു. ഇത് കൂടാതെ ഈ 111 നമുക്ക് വേറൊരു രീതിയിൽ ഓർത്തിരിക്കാൻ പറ്റും. അതെന്താണെന്ന് അറിയാമോ?
ഈ 110 എന്ന് പറഞ്ഞാൽ 1 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ്. 1 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് 1 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് എത്ര കിലോമീറ്റർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ എന്താണ്? 111 ആണ്. അപ്പോൾ വാട്ടർ വേസിന്റെ എണ്ണം 111. അതുപോലെ തന്നെ 1 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് എത്ര ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അതിനും ആൻസർ എന്താണ്? 111 കിലോമീറ്റർ ആണ്. 1 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് എത്ര കിലോമീറ്റർ ആണെന്ന് ചോദിച്ചാൽ അതിനും ആൻസർ എന്താണ്? 111 കിലോമീറ്റർ ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ സെറ്റായിട്ട് ഓർത്തിരിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാൻ ശ്രദ്ധിച്ചിരുന്നോ? കാരണം എന്തായാലും നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് പഠിക്കുക. സോ ഈ പഠിക്കുന്ന കാര്യങ്ങൾ ഈ ക്ലാസ്സിൽ തന്നെ പഠിക്കണം. പിന്നീട് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ജസ്റ്റ് ഇത് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കണം. എല്ലാ ദിവസവും നമ്മൾ 9 മണിക്ക് ക്ലാസ് 9 മണിക്ക് നിങ്ങൾക്ക് CHSL എക്സ്പ്രസിൻ്റെ ഭാഗമായിട്ട് ആ ഒരു സീരീസിൻ്റെ പാർട്ടായിട്ട് ക്ലാസ് ഉണ്ടാവും. സോ ആ ടൈമിൽ തന്നെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിച്ചു പോവുക. പിന്നീട് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് വഴി ആ നോട്ട് എടുത്ത് ഫ്രീ കിട്ടുന്ന ടൈമിൽ ജസ്റ്റ് റിവൈസ് ചെയ്യുക. അപ്പം എക്സാം ഹോളിൽ ചെന്നിരിക്കുമ്പോൾ ഓപ്ഷൻസ് കാണുമ്പോൾ പ്രോപ്പർലി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നമ്മൾ പഠിച്ചത് ടോട്ടൽ ഈ ഇന്ത്യൻ റെയിൽവേസിന്റെ ടോട്ടൽ റൂട്ട് ലെങ്ത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 67,956 കിലോമീറ്റർ. അതിൻ്റെ കൂടെ പഠിച്ചത് ഇൻലാൻഡ് വാട്ടർ വേസിന്റെ ലെങ്ത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 14,500 കിലോമീറ്റർ. ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ ഹൈവേ പ്രോജക്റ്റ് ആണ്, ഭാരത്മാല പ്രോജക്റ്റിന്റെ പാർട്ടാണ്. ഇതിന്റെ ലെങ്ത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5,846 കിലോമീറ്റർ ആണ്. ഈ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ കണക്ട് ചെയ്യുന്ന പ്ലേസസ് എവിടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ. ക്ലിയർ ആണല്ലോ. ഇനി അത് കൂടാതെ ടോട്ടൽ എത്ര വാട്ടർ വേസ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ 111 കിലോമീറ്റർ. ഈ 111 കിലോമീറ്റർ 111 വാട്ടർ വേസ്. അപ്പം 111 കിലോമീറ്റർ എന്ന് പറയുന്ന നമ്പർ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാൻ പറ്റും? 1 ഡിഗ്രി ലാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 111 കിലോമീറ്റർ ആണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് ഞാൻ ഈ കണക്റ്റഡ് പറഞ്ഞ കാര്യങ്ങളൂടെ പഠിച്ചു വെക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് CHSLന്റെ ഓൺലൈൻ കോഴ്സ് കഴിഞ്ഞ ദിവസം മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്രോപ്പർലി കൃത്യമായിട്ട് പഠിക്കാൻ ഈ ഒരു കോഴ്സ് നിങ്ങളെ ഹെൽപ്ഫുൾ ആക്കും. ലൈവ് ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അഥവാ ലൈവ് ക്ലാസ് കാണാൻ പറ്റിയില്ലെങ്കിലോ റെക്കോർഡായിട്ട് ആ ക്ലാസ് കാണാൻ പറ്റും. നിങ്ങൾക്ക് ടോട്ടലി നിങ്ങളെ പഠിത്തത്തിൽ ഹെൽപ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു മെൻറ്ററും നിങ്ങളോടൊപ്പം ഉണ്ടാവും. നിങ്ങൾക്കൊരു ടെലഗ്രാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഡൗട്ടുകൾ നിങ്ങൾക്ക് ആ ഗ്രൂപ്പ് വഴി ഡിസ്കസ് ചെയ്യാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സിലോട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുന്ന ടൈമിൽ 2,999 രൂപയ്ക്ക് ഈ ഒരു കോഴ്സ് 1 ഇയർ വാലിഡിറ്റിയോട് കൂടി തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 8075753676 ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ അതർ നെയിം ഓഫ് ഭാരതപ്പുഴ, ദ ലോങ്സ്റ്റ് റിവർ ഓഫ് കേരള, വിച്ച് ഫ്ലോസ് ഫ്രം ദ വെസ്റ്റ് ആൻഡ് ഫോൾസ് ഇൻ ടു അറേബ്യൻ സീ? ഓക്കെ, ഭാരതപ്പുഴ റിവറിന്റെ വേറൊരു പേര്, കേരളത്തിലെ ലോങ്സ്റ്റ് റിവറായ ഭാരതപ്പുഴ റിവറിന്റെ വേറൊരു പേര് കഴിഞ്ഞ CHSL എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാ. സോ എന്താണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ പൊന്നാനി റിവർ എന്നാണ് കേട്ടോ. ഭാരതപ്പുഴ റിവറിന്റെ വേറൊരു പേര് എന്താണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ പൊന്നാനി റിവർ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. കാരണം വലിയ കണക്റ്റഡ് ഫാക്ട് ഇതിൽ പറയാനില്ല. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു 2021 CHSL എക്സാം എടുത്ത് നോക്കുവാണെങ്കിൽ ടോട്ടൽ ഷിഫ്റ്റിലൂടെ നോക്കുവാണെങ്കിൽ 180ഓളം ക്വസ്റ്റ്യൻസ് ഈ ഒരു ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തിട്ടായിരുന്നു. ആർട്സ് ആൻഡ് കൾച്ചർ അല്ലേ, ഡാൻസ് ഫോംസും ഫെസ്റ്റിവൽസും ഡാൻസേഴ്സ് ആൻഡ് അവാർഡ്സും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പേഴ്സൺസും അവരുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അവാർഡുകളും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഒരു ഏരിയ ഒരിക്കലും സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് എക്സാമിന് പോകാൻ പറ്റൂല. കാരണം ഇത് പഠിച്ചാൽ കുറച്ച് മാർക്ക് നമുക്ക് ഇവിടുന്ന് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിത് നോക്കാം. ഉസ്താദ് അക്ബർ അലി ഖാൻ ഈസ് remembered for his contribution to which of the following instrument? ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. ഉസ്താദ് അക്ബർ അലി ഖാൻ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഉസ്താദ് അക്ബർ അലി ഖാൻ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഓക്കെ, അങ്ങനെ വെച്ചാൽ ഇതിന് ആൻസർ സരോദ് ഇൻസ്ട്രുമെന്റ് ആണ് കേട്ടോ. ഉസ്താദ് അക്ബർ അലി ഖാൻ ഓക്കെ
അക്ബർ അലി ഖാൻ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ചാൽ ആൻസർ സരോദ് ഇൻസ്ട്രുമെന്റ് ആണ്. അക്ബർ അലി ഖാൻ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ചാൽ അതിന് ആൻസർ സരോദ് ഇൻസ്ട്രുമെന്റ്. ഇനി സരോദ് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് പേരുടെ പേര് കൂടി ഞാൻ പറഞ്ഞുതരാം, നോട്ട് ചെയ്തോളുക. അടുത്തൊരാള് ഹാഫിസ് അലി ഖാൻ ആണ് കേട്ടോ. അടുത്തയാരാണ്? ഹാഫിസ് അലി ഖാൻ. ഓക്കെ, അക്ബർ അലി ഖാൻ, അടുത്തൊരാൾ ആരാണ്? ഹാഫിസ് അലി ഖാൻ. അടുത്തത് സറിൻ ശർമ്മ. ഇതെല്ലാം പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ഓരോ പേഴ്സൺസ് ആണ്. ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിരിക്കും, ഡയറക്റ്റ്ലി ഒരു പേഴ്സൺ തരും, അവർ ഏത് ഇൻസ്ട്രുമെന്റ് ആണെന്ന് ചോദിക്കും. നമുക്ക് വേഗത്തിൽ മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. സോ ക്ലിയർലി പഠിച്ചു വെച്ചോ. അക്ബർ അലി ഖാൻ, ഹാഫിസ് അലി ഖാൻ, സറിൻ ശർമ്മ, അതുപോലെ തന്നെ രാജീവ് താരാനാഥ്. ഓക്കെ, ആരാണ്? രാജീവ് താരാനാഥ്. ഓക്കെ, അക്ബർ അലി ഖാൻ, ഹാഫിസ് അലി ഖാൻ, സറിൻ ശർമ്മ, രാജീവ് താരാനാഥ്. ഇവരെല്ലാം ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? സരോദ് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പേഴ്സൺസ് ആണ്. ക്ലിയർ ആണല്ലോ. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. സരോദ് സമ്രാട്ട് എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ഡയറക്ട്ലി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സരോദ് സമ്രാട്ട്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ഞാൻ ഈ കണക്റ്റഡ് ഫാക്റ്റുകളായിട്ട് പറയുന്ന ഓരോ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, SSCയുടെ എക്സാമിന് ചോദിച്ച ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. കണക്റ്റഡ് ആയിട്ട് പറയുന്ന ഓരോ പോയിന്റ്സും ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സോ നിങ്ങൾ പഠിക്കുന്ന ടൈമിൽ ഒന്നും സ്കിപ്പ് ചെയ്യരുത്, എല്ലാ കാര്യങ്ങളും പഠിച്ചോളുക. ഓക്കെ, അപ്പോൾ സരോദ് സമ്രാട്ട് എന്നറിയപ്പെടുന്നത് ആരെയാണ്? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ അംജദ് അലി ഖാൻ ആണ് കേട്ടോ. സരോദ് സമ്രാട്ട് എന്നറിയപ്പെടുന്നത് ആരാണ്? അംജദ് അലി ഖാനെയാണ് സരോദ് സമ്രാട്ട് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ സരോദ് സമ്രാട്ട് എന്നറിയപ്പെടുന്ന ആരാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ അംജദ് അലി ഖാൻ ആണ്. അതും ക്ലിയർ ആണല്ലോ. ഇനി എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന സന്തൂർ ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തൊരു പേഴ്സൺ ഉണ്ട്. എക്സാമിന് എപ്പോഴും ചോദിക്കുക അയാളെ പറ്റി. സന്തൂർ ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്തൊരു പേഴ്സൺ ആരാന്നറിയാമോ? പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ കേട്ടോ. സന്തൂർ ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത ആളാണ് ആര്? പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ. ഓക്കെ, പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? സന്തൂർ ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഇയാൾക്ക് ലഭിച്ചിട്ടുള്ള 2 അവാർഡുകൾ പഠിക്കണം. ഒന്ന് പത്മശ്രീയും വേറൊന്നെന്ന് പറയുന്നത് പത്മവിഭൂഷണും. പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയ്ക്ക് പത്മശ്രീ ലഭിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ 1991 ഓക്കെ, പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയ്ക്ക് പത്മശ്രീ ലഭിക്കുന്ന വർഷം എന്നാണ് 1991. അതിൻ്റെ കൂടെ 10 ഇയേഴ്സ് കൂടി ആഡ് ചെയ്യുന്നു 2001. 2001 പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയ്ക്ക് എന്തു അവാർഡ് ലഭിക്കുന്നു? പത്മവിഭൂഷണം ലഭിക്കുന്നു. അപ്പൊ 1991 പത്മശ്രീ, ആഫ്റ്റർ 10 ഇയേഴ്സ് 2001 പത്മവിഭൂഷണം ലഭിക്കുന്നു. ഒരു കാര്യം ഞാൻ പറയട്ടെ, നമ്മുടെ 2022 നടന്ന CHSL ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചു, ഈ പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയുടെ ഓട്ടോബയോഗ്രഫി എന്താണെന്ന്. സോ അതുകൂടെ ക്ലിയർലി പഠിച്ചു വെക്കുക. ജേണി വിത്ത് എ 100 സ്ട്രിംഗ്, ജേണി വിത്ത് എ 100 സ്ട്രിംഗ്, ജേണി വിത്ത് എ 100 സ്ട്രിംഗ്സ്, മൈ ലൈഫ് ഇൻ മ്യൂസിക്, മൈ ലൈഫ് ഇൻ മ്യൂസിക്. ജേണി വിത്ത് എ 100 സ്ട്രിംഗ്, മൈ ലൈഫ് ഇൻ മ്യൂസിക് എന്നുള്ളതാണ് ആരുടെ ഓട്ടോബയോഗ്രഫി? പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയുടെ ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ സന്തൂർ പ്ലെയർ ആണ്. പത്മശ്രീ ലഭിക്കുന്ന വർഷം 1991 പത്മവിഭൂഷൺ ലഭിക്കുന്ന വർഷം 2001 പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മയുടെ ഓട്ടോബയോഗ്രഫി എന്താണെന്ന് ചോദിച്ചാൽ ആൻസർ എന്താണ്? ജേണി വിത്ത് എ 100 സ്ട്രിംഗ്, മൈ ലൈഫ് ഇൻ മ്യൂസിക് എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ക്വസ്റ്റിനെ റിലേറ്റ് ചെയ്ത് ഓർത്തിരിക്കുക. ബാക്കി കുറേ ഇൻസ്ട്രുമെന്റൽസിനെ പറയാനുണ്ട്, അത് നമ്മൾ വരുന്ന ക്ലാസ്സുകളായിട്ട് പറയും. ചിലപ്പോൾ എല്ലാ പേരോടെ കേൾക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റൂല. സോ ഈ ഒരു ക്വസ്റ്റിനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഇത്രയും കണക്റ്റഡ് ഫാക്ടർ ഓർത്തിരിക്കുക. ഓക്കെ, സ്കിപ്പ് ചെയ്യല്ലേ, എല്ലാം ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. സോ പഠിച്ചു പോവുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. What is the crude birth rate of India as per census 2011? നിങ്ങൾക്ക് അറിയാം, സെൻസസിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാത്ത എക്സാംസ് ഇല്ല എന്നറിയാം. അത്രത്തോളം വട്ടം വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഏതെന്ന് പറയുന്നത്? ഈ സെൻസസ് എന്ന് പറയുന്നത് ഇല്ലേ. അപ്പം നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഈസ് ദ ക്രൂഡ് ബർത്ത് റേറ്റ് ഓഫ്
ആസ് പെർ 2011 സെൻസസ് നോക്കുവാണെങ്കിൽ ക്രൂഡ് ബർത്ത് റേറ്റ് എത്രയാണ്? അതിന് ആൻസർ 21.8% ആണ് കേട്ടോ. എത്രയാണ്? 21.8%. അപ്പൊ നിങ്ങൾക്ക് ഈ സെൻസസുമായിട്ട് റിലേറ്റ് ചെയ്ത് പ്രീവിയസ് ഇയറിൽ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതുകൊണ്ട് ബേസിക് കുറേ ഫാക്റ്റുകൾ അറിയുന്നുണ്ടാവും അല്ലേ? അങ്ങനെയാണെങ്കിൽ എക്സാമിന് വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഞാൻ പറഞ്ഞുതരാം. നോർമലി 2011 നമ്മുടെ സെക്സ് റേഷ്യോ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്സ് റേഷ്യോ എപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ 1000 മെയിൽസ് എന്നുള്ളത് കോൺസ്റ്റന്റ് ആയിരിക്കും. 1000 മെയിൽസിന് എത്ര ഫീമെയിൽസ് അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ അത്തരത്തിൽ 2011 സെക്സ് റേഷ്യോ നോക്കുന്ന ടൈമിൽ 2011 ഇന്ത്യയിലെ സെക്സ് റേഷ്യോ എത്രയാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ 943 ആണ് കേട്ടോ. എത്രയാണ്? 943. അതൊക്കെ ആണല്ലോ. ബട്ട് റീസെന്റ് നടന്നൊരു എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ 2001 സെക്സ് റേഷ്യോ എത്രയാണ്? സോ ഇനിയും റിപ്പീറ്റ് ചെയ്താൽ നമുക്ക് മാർക്ക് നഷ്ടപ്പെടാൻ പാടില്ല. സോ ക്ലിയർലി പഠിച്ചോളുക. 2001 സെക്സ് റേഷ്യോ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 933 ആണ് കേട്ടോ. എത്രയാണ്? 933. കഴിഞ്ഞില്ല. ദെൻ വീണ്ടും ഇതിനെ ബേസ് ചെയ്ത് ഞാൻ കണ്ട അടുത്ത ക്വസ്റ്റ്യൻ ടോട്ടൽ അർബൻ ഏരിയാസിലെയും അതുപോലെ റൂറൽ ഏരിയാസിലെയും സെക്സ് റേഷ്യോ എത്രയാണ്? അർബൻ ഏരിയാസിലെയും റൂറൽ ഏരിയാസിലെയും സെക്സ് റേഷ്യോ എത്രയാണ്? അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ആൻസർ അർബൻ ഏരിയാസിലെ ആണെങ്കിൽ 949ഉം റൂറൽ ഏരിയാസിലെ ആണെങ്കിൽ 929ഉം ആണ്. ഓക്കെ, കഴിഞ്ഞില്ല. ഒരു ക്വസ്റ്റ്യൻ കൂടി പഠിച്ചു വെച്ചോ. ചൈൽഡ് സെക്സ് റേഷ്യോ 2011 സെൻസസ് പ്രകാരം ചൈൽഡ് സെക്സ് റേഷ്യോ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2011 സെൻസസ് പ്രകാരം ചൈൽഡ് സെക്സ് റേഷ്യോ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ 919 ആണ്. എത്രയാണ്? 919 ആണ്. സോ ഇത്രയും കാര്യങ്ങൾ ഇതിനെ ബേസ് ചെയ്ത് ഓർത്തിരിക്കുക. നമ്മുടെ ക്വസ്റ്റ്യൻ ക്രൂഡ് ബർത്ത് റേറ്റ് എത്രയായിരുന്നു? അതിന് ആൻസർ പറഞ്ഞു 21.8% ആണ്. ഇനി പിന്നീട് പറഞ്ഞ കാര്യം എന്താണ്? 2011 സെക്സ് റേഷ്യോ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ 943. ഒരു 10 മൈനസ് ചെയ്യുന്നു. 933 എന്നുള്ളതാണ് 2001 സെക്സ് റേഷ്യോ. പിന്നീട് പറഞ്ഞത് നമ്മുടെ അർബൻ ആൻഡ് റൂറൽ ഏരിയാസിലെ സെക്സ് റേഷ്യോ 949 എന്ന് പറയുന്നത് അർബൻ ഏരിയയിലെയും 929 എന്ന് പറയുന്നത് റൂറൽ ഏരിയയിലെയും സെക്സ് റേഷ്യോ. ഇനി നമ്മുടെ ചൈൽഡ് സെക്സ് റേഷ്യോ എത്രയാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ 919 ആണ്. ക്ലിയർ ആണല്ലോ? നമുക്ക് തൊട്ടടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഒക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചു കേട്ടോ. Which of the following statements are correct? സാർഹുൾ ഫെസ്റ്റിവൽ ജാർഖണ്ഡിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് സാർഹുൾ ഫെസ്റ്റിവൽ. ആ ഫെസ്റ്റിവലിനെ പറ്റി 3 ഫാക്റ്റുകൾ തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. സാർഹുൾ ഫെസ്റ്റിവൽ ഈസ് സെലിബ്രേറ്റഡ് ഇൻ ജാർഖണ്ഡ്. സാൽട്രീസ് ഫ്ലവേഴ്സ് ആർ കളക്റ്റഡ് ആൻഡ് ഓഫേർഡ് ടു ഗോഡ് ഡ്യൂറിംഗ് സാർഹുൾ ഫെസ്റ്റിവൽ. ദ ഫ്ലവേഴ്സ് ഓഫ് ദ സാൽ ട്രീ സിംബലൈസ് ദ ഫെർട്ടിലിറ്റി ഓഫ് എർത്ത്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ആദ്യം ജാർഖണ്ഡ് പറഞ്ഞുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കറക്റ്റ് ആണെന്ന് മനസ്സിലായി. സാർഹുൾ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെ തന്നെയാണ്? ജാർഖണ്ഡിൽ തന്നെയാണ്. ഡയറക്ട്ലി ക്വസ്റ്റ്യൻ ചോദിക്കാൻ നോട്ട് ചെയ്തു. സാർഹുൾ ഫെസ്റ്റിവൽ ഏത് സ്റ്റേറ്റിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു വെച്ചാൽ ആൻസർ ജാർഖണ്ഡ്. ഈ ടൈമിൽ സാൽട്രീസ് എന്നുള്ള ഫ്ലവേഴ്സ് ആണ് കളക്ട് ചെയ്യുന്നത്. ഇനി ഇറ്റ് ഈസ് ഓൾസോ സിംബലൈസ് ഫെർട്ടിലിറ്റി ഓഫ് എർത്ത്. 3 സ്റ്റേറ്റ്മെന്റും എന്താണ്? കറക്റ്റ് ആണ്. ഒരു കാര്യം കൂടി പഠിച്ചു വെച്ചോ. ഫെസ്റ്റിവൽ ഓഫ് ഫ്ലവേഴ്സ് ഈ ഫെസ്റ്റിവലിനെ അറിയപ്പെടുന്നു കേട്ടോ. എന്താണ്? ഫെസ്റ്റിവൽ ഓഫ് ഫ്ലവേഴ്സ് എന്ന് ഈ ഫെസ്റ്റിവലിനെ അറിയപ്പെടുന്നുണ്ട്. ഫെസ്റ്റിവൽ ഓഫ് ഫ്ലവേഴ്സ് ഈ ഫെസ്റ്റിവലിനെ അറിയപ്പെടുന്നുണ്ട്. ഇനി ഇത് കൂടാതെ ഈ സാർഹുൾ ഫെസ്റ്റിവൽ ഏത് സീസണിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് വെച്ചാൽ അതിന് ആൻസർ അത് സ്പ്രിംഗ് സീസണിലാണ് കേട്ടോ. സാർഹുൾ ഫെസ്റ്റിവൽ ഏത് സീസണിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു വെച്ചാൽ അതിന് ആൻസർ സ്പ്രിംഗ് സീസണിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതും ഓർക്കുക. ഓക്കെ, അപ്പോൾ ഫെസ്റ്റിവൽ ഓഫ് ഫ്ലവേഴ്സ് എന്നറിയപ്പെടുന്ന ഫെസ്റ്റിവൽ ആണ് സാർഹുൾ ഫെസ്റ്റിവൽ. ഇത് ഏത് സീസണിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന വെച്ചാൽ അതിന് ആൻസർ സ്പ്രിംഗ് സീസണിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അതും ഓക്കെ ആണല്ലോ. ഇനി ഇപ്പൊ ഈ ഫെസ്റ്റിവൽ ഓഫ് ഫ്ലവേഴ്സ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർത്തത്. നമ്മൾ ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ് എന്ന് പറയുന്ന ഫെസ്റ്റിവൽ ഏതാ? ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ് നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ഹോളി ആണല്ലേ. ബട്ട് ഈ ഹോളി ഫെസ്റ്റിവലിനെ വേറൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്. അത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹോളി ഫെസ്റ്റിവൽ ഈസ് ഓൾസോ നോൺ ആസ് ഫഗ്വ. ഡയറക്ട്ലി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഹോളി ഫെസ്റ്റിവൽ ഈസ് ഓൾസോ നോൺ ആസ് ഫഗ്വ. ഹോളി ഫെസ്റ്റിവൽ ഏത് മന്തിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതിന് ആൻസർ ഫൽഗുണ മന്തില്. ഫൽഗുണ മന്തില്. ഈ ഫൽഗുണ മന്ത് എന്ന് പറയുന്നത് ഹിന്ദു കലണ്ടർ മന്താണ്.
ഇത് നമ്മുടെ നോർമൽ ഇംഗ്ലീഷ് കലണ്ടറിൽ എന്ന് പറയുമ്പോൾ ഫെബ്രുവരി മാർച്ച് ടൈം പീരീഡ് ആണ് കേട്ടോ. ഫെബ്രുവരി മാർച്ച് ടൈം പീരീഡ്. ഇനി അടുത്തത് ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്ന ഫെസ്റ്റിവൽ ഏതാണ്? ഫെസ്റ്റിവൽ ഓഫ് ഫെസ്റ്റിവൽസ്. ഇതും ഡയറക്ട്ലി ക്വസ്റ്റ്യൻ വന്നു. ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്ന ഫെസ്റ്റിവൽ ഏതാ? അത് ഹോൺബിൽ ഫെസ്റ്റിവൽ ആണ്. ഓക്കെ, ഫെസ്റ്റിവൽ ഓഫ് ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്ന ഫെസ്റ്റിവൽ ഏതാണ്? ഹോൺബിൽ ഫെസ്റ്റിവൽ. അടുത്തത് ട്രിപ്പിൾ ബ്ലെസ്ഡ് ഫെസ്റ്റിവൽ ഏതാണ്? ട്രിപ്പിൾ ബ്ലെസ്ഡ് ഫെസ്റ്റിവൽ. ഓക്കെ, ട്രിപ്പിൾ ബ്ലെസ്ഡ് ഫെസ്റ്റിവൽ ഏതാണ്? ട്രിപ്പിൾ ബ്ലെസ്ഡ് ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്നത് സാഗാദവ ഫെസ്റ്റിവൽ ആണ്. സാഗാദവ ഫെസ്റ്റിവൽ സിക്കിമിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു, ബുദ്ധിസവുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഒന്നുകൂടി ഞാൻ പറയാം, അതുകൂടി നോട്ട് ചെയ്തോ. 100 ഡ്രം ഫെസ്റ്റിവൽ ഏതാണ്? 100 ഡ്രം ഫെസ്റ്റിവൽ അതേതാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ വാങ്കല ഫെസ്റ്റിവൽ ആണ് കേട്ടോ. 100 ഡ്രം ഫെസ്റ്റിവൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്കല ഫെസ്റ്റിവൽ ആണ് 100 ഡ്രം ഫെസ്റ്റിവൽ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഓർഡറിൽ ഒന്ന് പറഞ്ഞുതരാം, ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിച്ചിരുന്നോ, ഇപ്പൊ തന്നെ പഠിച്ചോളൂ. ഓക്കെ, സാർഹുൾ ഫെസ്റ്റിവലിനെ പറ്റിയാണ് പറഞ്ഞത്. സാർഹുൾ ഫെസ്റ്റിവൽ ജാർഖണ്ഡിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു. സാൽട്രീസിന്റെ ഫ്ലവർ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. സ്പ്രിംഗ് സീസണിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് പറഞ്ഞു. ദെൻ ഫെസ്റ്റിവൽ ഓഫ് ഫ്ലവേഴ്സ് ഈ ഫെസ്റ്റിവലിനെ അറിയപ്പെടുന്നു. ഫെസ്റ്റിവൽ ഓഫ് ഫ്ലവേഴ്സ് ജാർഖണ്ഡിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന സാർഹുൾ ഫെസ്റ്റിവൽ ആണെങ്കിൽ ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ് എന്നറിയപ്പെടുന്നത് ഹോളിയാണ്. ഹോളി ഈസ് ഓൾസോ നോൺ ആസ് ഫഗ്വ. ഇത് സെലിബ്രേറ്റ് ചെയ്യുന്ന മന്ത് എന്നാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൽഗുണ മന്ത്. ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ് ഹോളി ആണെങ്കിൽ ഫെസ്റ്റിവൽ ഓഫ് ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്നത് ഹോൺബിൽ ഫെസ്റ്റിവൽ. എവിടെയാണെന്ന് ചോദിച്ചാലോ അത് നാഗാലാൻഡിലാണ്. അങ്ങനെയാണെങ്കിൽ ട്രിപ്പിൾ ബ്ലെസ്ഡ് ഫെസ്റ്റിവൽ ഏതാ? അത് സാഗാദവ. എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ സിക്കിം. ഓൾസോ അടുത്ത കാര്യം കൂടി പറയുന്നു, അതെന്താ പറഞ്ഞത്? 100 ഡ്രം ഫെസ്റ്റിവൽ. 100 ഡ്രം ഫെസ്റ്റിവൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാങ്കല ഫെസ്റ്റിവൽ ആണ്. 100 ഡ്രം ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്ന ഏത് ഫെസ്റ്റിവൽ ആണ്? വാങ്കല ഫെസ്റ്റിവൽ ആണ്. ദെൻ നിങ്ങൾക്ക് അറിയാലോ ഹോൺബിൽ ഫെസ്റ്റിവൽ ആണെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് നാഗാലാൻഡിലാണേ. ഹോൺബിൽ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ നാഗാലാൻഡിലും, വാങ്കല ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് മേഘാലയയിലുമാണ് കേട്ടോ. വാങ്കല ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? മേഘാലയയിൽ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കണക്റ്റഡ് ഫാക്റ്റുകളെല്ലാം എന്ത് ചെയ്യുക? നോട്ട് ചെയ്തേക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പം ഇതിന്റെ 3 ആൻസറും കറക്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, 6th ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. In 1956, which of the following awards did Rukmini Devi Arindale, an eminent Bharatanatyam dancer, received? അവൻ 1956 രുക്മിണി ദേവി അരിന്തലയ്ക്ക് ലഭിച്ച അവാർഡുകൾ ഏതാണെന്നറിയാമോ? ഇതിൽ പത്മഭൂഷൺ ആണ് കേട്ടോ. അത് കൺഫ്യൂഷൻ ആക്കാതെ ക്ലിയർലി പഠിച്ചോ. രുക്മിണി ദേവി അരിന്തല എന്ന് പറയുമ്പോൾ ഭരതനാട്യം ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ഓക്കെ, രുക്മിണി ദേവി അരിന്തലെ ഭരതനാട്യം ഡാൻസുമായിട്ട് തന്നെ റിലേറ്റ് ചെയ്യുന്നു. രുക്മിണി ദേവി അരിന്തലയ്ക്ക് 1956 പത്മഭൂഷൺ ലഭിക്കുന്നു. തൊട്ടടുത്ത വർഷമായ 1957 സംഗീത നാടക അക്കാദമി അവാർഡും ലഭിക്കുന്നു. ഓക്കെ, രുക്മിണി ദേവി അരിന്തലയ്ക്ക് 1956 പത്മഭൂഷണും തൊട്ടടുത്ത വർഷമായ 1957 സംഗീത നാടക അക്കാദമി അവാർഡും ലഭിക്കുന്നു. നമ്മുടെ കേരളം ഫോം ചെയ്ത വർഷം 1956 ആ വർഷം ഭരതനാട്യം ഡാൻസറായ രുക്മിണി ദേവി അരിന്തലയ്ക്ക് ലഭിച്ച അവാർഡ് ഏതാണ്? പത്മഭൂഷൺ ആണ്. സംഗീത നാടക അക്കാദമി അവാർഡ് ലഭിക്കുന്ന വർഷമോ അത് 1957. ഇതുപോലെ തന്നെ എക്സാമിന് ചോദിക്കുന്ന ഒരു പേഴ്സൺ ഉണ്ട്. ആരാണെന്നറിയാമോ? തഞ്ചോർ ബാലസരസ്വതി. തഞ്ചോർ ബാലസരസ്വതി. തഞ്ചോർ ബാലസരസ്വതിയും എന്ത് ഡാൻസർ തന്നെയാണ്? ഭരതനാട്യം ഡാൻസർ തന്നെയാണ് കേട്ടോ. തഞ്ചോർ ബാലസരസ്വതിയും ഏത് ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഭരതനാട്യം ഡാൻസുമായിട്ട് തന്നെ റിലേറ്റ് ചെയ്യുന്നു. തഞ്ചോർ ബാലസരസ്വതിക്ക് പത്മഭൂഷൺ ലഭിക്കുന്ന വർഷം 1957 ഓക്കെ, തഞ്ചോർ ബാലസരസ്വതിക്ക് പത്മഭൂഷൺ ലഭിക്കുന്ന വർഷം എന്നാണ്? 1957 ആഫ്റ്റർ 20 years 1977 പത്മവിഭൂഷണം ലഭിക്കുന്നു. ഓക്കെ, അപ്പൊ തഞ്ചോർ ബാലസരസ്വതി ഭരതനാട്യം ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. പത്മഭൂഷൺ 1957 പത്മവിഭൂഷൺ 1977. അപ്പൊ നിങ്ങളിൽ ചിലർക്കെങ്കിലും ഒരു ഡൗട്ട് വരുന്നുണ്ടാവാം, ഈ പത്മ അവാർഡ്സിന്റെ ഇയർ ഒക്കെ പഠിക്കണോ? ഡെഫിനറ്റ്ലി വേണം, 100% ഉറപ്പായിട്ടും വേണം. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണ്ടേ?
നമുക്ക് നമ്മുടെ കൂടെ കോമ്പറ്റ് ചെയ്യുന്ന ഒരാളെക്കാട്ടിൽ 1 മാർക്ക് എക്സ്ട്രാ വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ആ മാർക്ക് വാങ്ങിക്കാൻ പറ്റണം. അങ്ങനെ വാങ്ങിക്കേണ്ടത് കൊണ്ട് തന്നെ ഇത് പഠിച്ചു വെച്ചോളുക. 1956 പത്മഭൂഷണം, 1957 സംഗീത നാടക അക്കാദമി അവാർഡും. അത് രുക്മിണി ദേവി അരിന്തലയ്ക്ക. ഇതാരായിരുന്നു? തഞ്ചോർ ബാലസരസ്വതിയാ. തഞ്ചോർ ബാലസരസ്വതിക്ക് പത്മഭൂഷൺ ആണെങ്കിൽ 1957 പത്മവിഭൂഷൺ ആണെങ്കിലോ 1977 ലഭിക്കുന്നു. അടുത്ത ഒരു പേഴ്സണും കൂടി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാമിനി കൃഷ്ണമൂർത്തി. യാമിനി കൃഷ്ണമൂർത്തി ഏത് ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ ഭരതനാട്യം ആൻഡ് കുച്ചിപ്പുടിയാണ് കേട്ടോ. യാമിനി കൃഷ്ണമൂർത്തി ഏത് ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ചാൽ അതിന് ആൻസർ ഭരതനാട്യം ആൻഡ് കുച്ചിപ്പുടിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. യാമിനി കൃഷ്ണമൂർത്തി ഏത് ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ചാൽ അതിന് ആൻസർ ഭരതനാട്യം ആൻഡ് കുച്ചിപ്പുടിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. യാമിനി കൃഷ്ണമൂർത്തിക്ക് ലഭിച്ച 3 അവാർഡുകൾ പത്മഭൂഷൺ, പത്മവിഭൂഷൺ, പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ. പത്മശ്രീ ലഭിക്കുന്ന വർഷം മൗസ് ഇൻവെന്റ് ചെയ്തു 1968. മൗസ് ഇൻവെന്റ് ചെയ്ത വർഷം അത് ഡയറക്റ്റ്ലി എക്സാമിന് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. പത്മഭൂഷൺ ലഭിക്കുന്ന വർഷം 2001 ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഫോം ചെയ്തു. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഫോം ചെയ്തു. പത്മവിഭൂഷൺ ലഭിക്കുന്ന വർഷം 2016 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ഇന്ത്യയിലുള്ള ഒരേ ഒരു മിക്സഡ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. എന്താണ് മിക്സഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൾച്ചറലും ആണ് നാച്ചുറലും ആണ്. ഇന്ത്യയിലുള്ള ഒരേ ഒരു മിക്സഡ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ടുള്ള കാഞ്ചൻജംഗ നാഷണൽ പാർക്കിനെ ആഡ് ചെയ്യുന്ന വർഷവും എന്നാണ്? അത് 2016 ഓക്കെ. അപ്പൊ യാമിനി കൃഷ്ണമൂർത്തി ഏത് ഡാൻസ് ഫോമുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഭരതനാട്യം ആൻഡ് കുച്ചിപ്പുടി. പത്മശ്രീ ലഭിക്കുന്ന വർഷം 1968 മൗസ് ഇൻവെന്റ് ചെയ്തു. പത്മഭൂഷൺ ലഭിക്കുന്ന വർഷം 2001 ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഫോം ചെയ്തു. പത്മവിഭൂഷൺ ലഭിക്കുന്ന വർഷം 2016 കാഞ്ചൻജംഗ നാഷണൽ പാർക്കിനെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലോട്ട് ആഡ് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് പഠിച്ചു വെച്ചോളുക. ക്ലിയർ ആണല്ലോ? ഞാൻ എല്ലാം എഴുതിയിട്ടുണ്ട്, എല്ലാം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് തൊട്ട് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദിംസ ഫോക്ക് ഡാൻസ് ഈസ് പെർഫോംഡ് ബൈ ദ ട്രൈബ്സ് ഓഫ്. അപ്പൊ ദിംസ ഫോക്ക് ഡാൻസ് മുന്നേ ഒക്കെ ചോദിച്ചുകൊണ്ടിരുന്നത് എന്തായിരുന്നു ആൻസർ? ആന്ധ്രാപ്രദേശ് ആയിരുന്നു ആൻസർ കേട്ടോ. ഡയറക്ട്ലി ക്വസ്റ്റ്യൻ വരും ദിംസ ഫോക്ക് ഡാൻസ് എവിടെയാണ്. അപ്പൊ നമ്മൾ ആൻസർ എഴുതും എന്ത്? ആന്ധ്രാപ്രദേശ്. പക്ഷെ ക്വസ്റ്റ്യൻ മാറ്റി ചോദിച്ചത് കണ്ടോ? ആന്ധ്രാപ്രദേശിൽ ഏത് വാലിയിലുള്ള ട്രൈബാണ് ഈ ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്? അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ഇനിയും റിപ്പീറ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി കൂടുതലാണ്. ഓക്കെ, അപ്പൊ ദിംസ ഫോക്ക് ഡാൻസ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ അറക്കു വാലി. ഓക്കെ, ദിംസ ഫോക്ക് ഡാൻസ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിൽ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ അറക്കു വാലി. ഓക്കെ ആണല്ലോ? നമുക്ക് ഇനി ആന്ധ്രാപ്രദേശുമായിട്ട് റിലേറ്റ് ചെയ്ത് ദപ്പു ഡാൻസ് എവിടെയാണ്? അതും ആന്ധ്രാപ്രദേശിലാണ്. അതുകൂടി ഇതിനെ ബേസ് ചെയ്തൊന്ന് ഓർത്തിരിക്കുക. ഇനി ആന്ധ്രാപ്രദേശ് എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് ഏത് ഡാൻസ് ഓർമ്മ വരും? കുച്ചിപ്പുടി ഡാൻസ് ഓർമ്മ വരും അല്ലേ? ഈ കുച്ചിപ്പുടി ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്ത് 2 പേഴ്സൺസിന്റെ പേര് എക്സാമിന് എപ്പോഴും ചോദിക്കും. അവരെയും കൂടി ഞാൻ പറഞ്ഞുതരാം. അത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗുരുവെമ്പതി ചിന്നസത്യം, അതുപോലെ തന്നെ വേദാന്തം സത്യനാരായണ ശർമ്മ. വെമ്പതി ചിന്നസത്യം ആൻഡ് വേദാന്തം സത്യനാരായണ ശർമ്മ. ഇവർ 2 പേരും ഏത് ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? കുച്ചിപ്പുടി ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. പേരൊന്ന് നോട്ട് ചെയ്തോ. ഇവരെ പറ്റിയുള്ള അഡീഷണൽ ഫാക്റ്റുകൾ വരുന്ന ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ വെമ്പതി ചിന്നസത്യവും വേദാന്തം സത്യനാരായണ ശർമ്മയും 2 പേരും ഏത് ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? കുച്ചിപ്പുടി ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു എന്ന് ഓർക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഇയർ വാസ് ദി 20 പോയിന്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത വർഷം എന്നാണ്? 20 പോയിന്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത വർഷം നോട്ട് ചെയ്തോളുക. 1975 കേട്ടോ. 20 പോയിന്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത വർഷം എന്നാണ്? അത് 1975 20 പോയിന്റ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടെ കിടക്കുന്ന ഈ ഒരു വർഷം കണ്ടോ, 1986. കുറേ അധികം പ്രത്യേകതകളുള്ള വർഷമാണ്. എന്താണെന്നറിയാമോ? 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്
കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ആൻസർ അത് 1986-ലാണ്. എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട്, എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട്, എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് എന്നാണത് 1986-ലാണ്. ദെൻ എക്സാമിന് ചോദിച്ച അടുത്ത ക്വസ്റ്റ്യൻ, ചെർണോബിൽ ന്യൂക്ലിയർ ഡിസാസ്റ്റർ ഒക്കർ ചെയ്യുന്ന വർഷം. അതും 1986-ലാണ്. അടുത്ത ചോദിച്ച ക്വസ്റ്റ്യൻ, സെൻട്രൽ റൂറൽ സാനിറ്റേഷൻ പ്രോഗ്രാം, സെൻട്രൽ റൂറൽ സാനിറ്റേഷൻ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത വർഷവും എന്നാണ്? അതും 1986-ലാണ്. ഓക്കെ. ദെൻ ഹാലി കോമറ്റ് ലാസ്റ്റ് ആയിട്ട് അപ്പിയർ ചെയ്ത വർഷവും 1986 ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. 20 പോയിന്റ് പ്രോഗ്രാം മറന്നു പോലെ, അത് 1975-ലായിരുന്നു. 20 പോയിന്റ് പ്രോഗ്രാം എന്നാ 1975-ലാണ്. ഇവിടെ പറഞ്ഞ എന്താ 1986-ുമായിട്ട് ഇത്രയും കാര്യങ്ങൾ, 4 കാര്യങ്ങൾ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഒരുമിച്ച് ഓർത്തിരിക്കുക. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986, എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986, ചെർണോബിൽ ന്യൂക്ലിയർ ഡിസാസ്റ്റർ 1986, സെൻട്രൽ റൂറൽ സാനിറ്റേഷൻ പ്രോഗ്രാം ഓൾസോ 1986. ഓക്കെ, അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. നിങ്ങൾ പഠിക്കുമ്പോഴേ എപ്പോഴും ക്വസ്റ്റ്യൻ ആൻസർ അങ്ങനെ പോവാതെ ആ ക്വസ്റ്റ്യനുമായിട്ട് കണക്ട് ചെയ്ത് ഫാക്റ്റുകൾ പഠിക്കാൻ ശ്രമിക്കണം കേട്ടോ. അതുകൊണ്ടാണ് 2023-ൽ തന്നെ ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് ഇങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതും. അതുപോലെ ഇനി വരാൻ കൂടുതൽ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ കണക്റ്റഡ് ഫാക്റ്റുകളാക്കി പറയുന്നത്. അത്തരത്തിൽ ഞാൻ കണക്റ്റഡ് ഫാക്റ്റുകളാക്കി പറയുന്ന ഓരോ പോയിന്റ്സും എക്സാമിന്റെ ഓരോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നിങ്ങൾ ആ ഒരു സീരിയസ്നെസ്സോട് കൂടി തന്നെ എന്ത് ചെയ്യുക, ക്ലിയർലി അത് പഠിക്കുക. ഓക്കെ, അപ്പോൾ അടുത്തത് നോക്കേ. ദ ജോഗ് ഫോൾ, one of the highest waterfall in India, is the cataract of which river? ജോഗ് വാട്ടർഫോൾ കർണാടകയിലാണെന്ന് അറിയാം അല്ലേ? ജോഗ് വാട്ടർഫോൾ എവിടെയാണ്? കർണാടകയിലാണ്. ഇത് ഏത് റിവറിലാണ്? ഈ ജോഗ് വാട്ടർഫോൾ ഏത് റിവറിലാണ്? അങ്ങനെ ചോദിച്ചാൽ അതിന് ആൻസർ ശരാവതി റിവറിലാണ് കേട്ടോ. ജോഗ് വാട്ടർഫോൾ ഏത് റിവറിലാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ എന്താണ്? ശരാവതി റിവറിലാണ്. ഈ ജോഗ് വാട്ടർഫോളിന്റെ വേറൊരു പേരായിരുന്നു ജെറുസപ്പ വാട്ടർഫോൾ. ഇത് കൂടാതെ റീസെന്റ് ജോഗ് വാട്ടർഫോളിന്റെ നെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. മഹാത്മാഗാന്ധി വാട്ടർഫോൾ എന്നാക്കിയിട്ടുണ്ട് കേട്ടോ. അത് ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണേ, ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. റെഡിങ് അണ്ടർലൈൻ ചെയ്ത് തന്നെ പഠിച്ചോ, മഹാത്മാഗാന്ധി വാട്ടർഫോൾ. ഓക്കെ, അപ്പൊ ജോഗ് വാട്ടർഫോളിന്റെ വേറൊരു പേരാണെന്ത്? മഹാത്മാഗാന്ധി വാട്ടർഫോൾ. ഇന്ത്യയുടെ ഹയസ്റ്റ് വാട്ടർഫോൾ ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ എന്താണ്? കുഞ്ചിക്കൽ വാട്ടർഫോൾ ആണല്ലേ. ഹയസ്റ്റ് വാട്ടർഫോൾ ഏതാണെന്ന് വെച്ചാൽ അതിന് ആൻസർ കുഞ്ചിക്കൽ വാട്ടർഫോൾ ആണ്. ഈ കുഞ്ചിക്കൽ വാട്ടർഫോൾ ഏത് റിവറിലാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ വരാഹി റിവർ ആണ്. കുഞ്ചിക്കൽ വാട്ടർഫോളിന്റെ ഹൈറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1493 ഫീറ്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ക്വസ്റ്റിനെ ബേസ് ചെയ്ത് ഓർക്കുക. ഹയസ്റ്റ് വാട്ടർഫോൾ ആയിട്ടുള്ള ഹയസ്റ്റ് വാട്ടർഫോൾ ഒന്നായിട്ടുള്ള ജോഗ് വാട്ടർഫോൾ എവിടെയാണ്? കർണാടകയിലാണ്. റീസെന്റ് അതിന്റെ നെയിമിനെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഓർക്കുക, എന്താണ്? മഹാത്മാഗാന്ധി വാട്ടർഫോൾ എന്നാണ്. ദെൻ അതിനോടൊപ്പം ഹയസ്റ്റ് വാട്ടർഫോൾ ആയ കുഞ്ചിക്കൽ വാട്ടർഫോൾ ഏത് റിവറിലാണെന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. വരാഹി റിവർ. അതിന്റെ ഹൈറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലോ 1493 ഫീറ്റ് ആണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Which of the following cities built by Humayun at Delhi? ഹുമയൂൺ ഡൽഹിയിൽ ബിൽഡ് ചെയ്ത സിറ്റി ഏതാണ്? ഹുമയൂൺ ഡൽഹിയിൽ ബിൽഡ് ചെയ്ത സിറ്റി ഏതാണ്? അത് ദിൻപന സിറ്റി ആണ് കേട്ടോ. പഠിച്ചു വെച്ചോണേ. ദിൻപന സിറ്റി ബിൽഡ് ചെയ്ത ആരാണ്? ഹുമയൂൺ ആണ്. അങ്ങനെയാണെങ്കിൽ സിറി സിറ്റി ബിൽഡ് ചെയ്ത ആരാ? അത് അലാവുദ്ദീൻ ഖിൽജി ആണ് കേട്ടോ. സിറി സിറ്റി ബിൽഡ് ചെയ്ത ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻസർ അലാവുദ്ദീൻ ഖിൽജി. ഓക്കെ, അപ്പോൾ സിറി സിറ്റി ബിൽഡ് ചെയ്ത ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലാവുദ്ദീൻ ഖിൽജി. ദിൻപന സിറ്റി ബിൽഡ് ചെയ്ത ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ഹുമയൂൺ ആണ്. ഇത് കൂടാതെ ഓർക്കേണ്ടത് ആഗ്ര സിറ്റി ബിൽഡ് ചെയ്ത ആരാണ്? ആഗ്ര സിറ്റി ബിൽഡ് ചെയ്തത് ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ സിക്കന്ദർ ലോധി ആണ് കേട്ടോ. ആഗ്ര സിറ്റി ബിൽഡ് ചെയ്ത ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ സിക്കന്ദർ ലോധി. ഓക്കെ, അപ്പോൾ സിറി സിറ്റി ബിൽഡ് ചെയ്ത ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലാവുദ്ദീൻ ഖിൽജി. ദിൻപന സിറ്റി ബിൽഡ് ചെയ്ത ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹുമയൂൺ. ആഗ്ര സിറ്റി ബിൽഡ് ചെയ്ത ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ സിക്കന്ദർ ലോധിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ക്വസ്റ്റിനെ ബേസ് ചെയ്ത് പഠിച്ചു വെക്കുക. ഇനി
ദിൻബറ സിറ്റി ബിൽഡ് ചെയ്ത് ഹുമയൂൺ ആണെന്ന് പറഞ്ഞു. ഹുമയൂണിനെ പറ്റി രണ്ട് കാര്യം കൂടെ പറഞ്ഞുതരാം. ഹുമയൂൺ ടോംബ് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഡൽഹിയിലാണ്. ഹുമയൂൺ നാമ എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് ഹുമയൂണിന്റെ സിസ്റ്റർ ആയിട്ടുള്ള ഗുൽബദൻ ബീഗമാണ് കേട്ടോ. ഗുൽബദൻ ബീഗം. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ കൂടി ഓർത്തു വെക്കുക. സിറ്റി ദിൻബര സിറ്റി ആണെങ്കിൽ ഹുമയൂണ്, സിറി സിറ്റി ആണെങ്കിൽ അലാവുദ്ദീൻ ഖിൽജി, ആഗ്ര സിറ്റി ആണെങ്കിൽ സിക്കന്ദർ ലോധി. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സദുബ താലൂക്ക്ദാർ ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ്? സദുബ താലൂക്ക്ദാർ ഏത് ക്ലാസിക്കൽ ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? ഏത് ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? ഒഡീസി ആണ് കേട്ടോ. സദുബ താലൂക്ക്ദാർ ഒഡീസി ക്ലാസിക്കൽ ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. സദുബ താലൂക്ക്ദാർ ഏത് ഡാൻസ് ആണ്? ഒഡീസിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒഡീസി ആയിട്ട് ഫേമസ് ആയിട്ടുള്ള ആരെ അറിയാം? കേളുചരൺ മോഹപാത്ര അല്ലേ? ഒഡീസി ഡാൻസുമായിട്ട് ഫേമസ് ആയിട്ടുള്ള ആളാണ് ആര്? കേളുചരൺ മോഹപാത്ര. കേളുചരൺ മോഹപാത്രയ്ക്ക് പത്മവിഭൂഷൺ ലഭിച്ച വർഷം ഇമ്പോർട്ടന്റ്, നോട്ട് ചെയ്ത് പഠിച്ചോ, 2000. ഓക്കെ, കേളുചരൺ മോഹപാത്രയ്ക്ക് പത്മവിഭൂഷൺ ലഭിക്കുന്ന വർഷം എന്നാണ്? അത് 2000-ലാണ്. കേളുചരൺ മോഹപാത്ര ഏത് ഡാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഒഡീസിയുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. കേളുചരൺ മോഹപാത്രയ്ക്ക് പത്മവിഭൂഷൺ ലഭിക്കുന്ന വർഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലോ അത് 2000. ഒരു തവണ എക്സാമിന് ക്വസ്റ്റ്യൻ വന്നതേ, ഹു ഇസ് ദ ഒഡീസി ഡാൻസർ? ഹി ഈസ് ഓൾസോ പ്രൊമിനന്റ് ഇൻ പെർക്കഷൻ ഇൻസ്ട്രുമെന്റ്സ് ലൈക്ക് മൃദംഗം, പക്കവാജ് ആൻഡ് തബല. മൃദംഗവും പക്കവാജും, മൃദംഗം, പക്കവാജ് ആൻഡ് തബല, ഈ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ നല്ല രീതിയിൽ റീഡ് ചെയ്യുന്ന ഒഡീസി ഡാൻസർ ആരാണ്? അതിന് ആൻസർ ആര് തന്നെയാണ്? കേളുചരൺ മോഹപാത്ര തന്നെയാണ് കേട്ടോ. അപ്പൊ കേളുചരൺ മോഹപാത്രയ്ക്ക് പത്മവിഭൂഷൺ ലഭിക്കുന്ന വർഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2000-ലാണ്. കേളുചരൺ മോഹപാത്ര ഈസ് ഓൾസോ മാസ്റ്റർ ഇൻ പെർക്കഷൻ ഇൻസ്ട്രുമെന്റ്സ് ലൈക്ക് മൃദംഗം, പക്കവാസ് ആൻഡ് തബല. ഓക്കെ, അതും ഓർത്തിരിക്കുക. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ സദുബ താലൂക്ക്ദാർ ഒഡീസി ആണേ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സ്മാർട്ട് സിറ്റീസ് മിഷൻ ലോഞ്ച് ചെയ്ത വർഷം? സ്മാർട്ട് സിറ്റി മിഷൻ ലോഞ്ച് ചെയ്ത വർഷം നല്ല ക്വസ്റ്റ്യൻ. സ്മാർട്ട് സിറ്റീസ് മിഷൻ ലോഞ്ച് ചെയ്ത വർഷം അത് 2015-ലാണ് കേട്ടോ. സ്മാർട്ട് സിറ്റീസ് മിഷൻ ലോഞ്ച് ചെയ്ത വർഷം 2015. സ്മാർട്ട് സിറ്റീസ് മിഷൻ ലോഞ്ച് ചെയ്ത വർഷം എന്താണെന്ന് വെച്ചാൽ അതിന് ആൻസർ 2015-ലാണ് സ്മാർട്ട് സിറ്റീസ് മിഷൻ ലോഞ്ച് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഫൗണ്ടഡ് ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ഇൻ ലണ്ടൻ? ലണ്ടനിൽ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ഫോം ചെയ്തത് ആരാണ്? അപ്പൊ ലണ്ടനിൽ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ഫോം ചെയ്തത് ആരാണ്? അത് ദാദാബായ് നവറോജി ആണ് കേട്ടോ. ലണ്ടനിൽ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ഫോം ചെയ്ത ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദാദാബായ് നവറോജി ആണ്. ഏത് വർഷമാണെന്ന് വെച്ച് കഴിഞ്ഞാലോ അത് 1866. വർഷം കൂടി പഠിച്ചു വെച്ചോ, ഇനി വർഷമായിരിക്കും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ 1866 ലണ്ടനിൽ ദാദാബായ് നവറോജി എന്ത് ഫോം ചെയ്തു? ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ഫോം ചെയ്യുന്ന ഓർക്കുക. വർഷം 1866, മറന്നു പോകണ്ട, നോട്ട് ചെയ്തോ. 1866-ലാണ് ദാദാബായ് നവറോജി ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ ഫോം ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഗിയാസുദ്ദീൻ ബാൽബൻ ഇൻട്രൊഡ്യൂസ്ഡ് ദ കസ്റ്റംസ് ഓഫ് സിജഡ ആൻഡ് പൈബോസ് ആസ് normal forms of salutation to the king as a part of dash etiquette. അപ്പോൾ മുന്നേയൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരുന്നത് സിജഡയും പൈബോസും ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണെന്നാ. അതിന് ആൻസർ ബാൽബൻ എന്നാ. ഓക്കെ, അപ്പോൾ സിജഡ, പൈബോസ് ഇത് രണ്ടും ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണ്? അത് ബാൽബനാ. അത് ഏത് എറ്റിക്വിറ്റിയുടെ പാർട്ടായിട്ട് വരുന്നു? ദാ റിലീജിയസ് ആണോ, ഫാമിലി ആണോ, കോർട്ട് ആണോ, ആർമി ആണോ? കോർട്ട് എറ്റിക്വിറ്റിയുടെ പാർട്ടാണ് കേട്ടോ. കോർട്ട് എറ്റിക്വിറ്റിയുടെ പാർട്ടാണ് എന്തെന്ന് പറയുന്നത് ഈ സിജഡയും പൈബോസ് എന്ന് പറയുന്നത്. അപ്പൊ സിജഡയും പൈബോസും ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാ? ബാൽബന. ഈ ബാൽബനെ ബേസ് ചെയ്ത് എക്സാമിന് ചോദിച്ചിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു തരട്ടെ. ബാൽബൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു പേർഷ്യൻ ഫെസ്റ്റിവൽ അല്ലെങ്കിൽ പേർഷ്യൻ ന്യൂ ഇയർ ഫെസ്റ്റിവൽ അല്ലെങ്കിൽ പാർസി ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്ന നവറോസ് ഫെസ്റ്റിവൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബാൽബനാണ് കേട്ടോ.
ഓക്കെ, പേർഷ്യൻ ന്യൂ ഇയർ അല്ലെങ്കിൽ പാർസി ന്യൂ ഇയർ എന്നറിയപ്പെടുന്ന നൗറോസ് ഫെസ്റ്റിവൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ എന്താണ്? ബാൽബനാണ്. ആ ഒരു കാര്യം കൂടി ഇതിന്റെ കൂടെ നോട്ട് ചെയ്ത് വെക്കുക. പേർഷ്യൻ ഫെസ്റ്റിവൽ അല്ലെങ്കിൽ പാർസി ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്ന നൗറോസ് ഫെസ്റ്റിവൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാണെന്ന് വെച്ചാൽ അതിന് ആൻസർ ആരാണ്? ബാൽബനാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Which among the following port is also known as gateway of Eastern port? Eastern India. ഈസ്റ്റേൺ ഇന്ത്യയുടെ ഗേറ്റ് വേ എന്നറിയപ്പെടുന്ന പോർട്ട് ഏതാണ്? അത് ഹാൽദിയ പോർട്ട് ആണ് കേട്ടോ. ഓക്കെ, ഹാൽദിയ പോർട്ടാണ്, ഹാൽദിയ പോർട്ട്. ഓക്കെ, അപ്പം ഈസ്റ്റേൺ ഇന്ത്യയുടെ ഗേറ്റ് വേ എന്നറിയപ്പെടുന്ന പോർട്ട് ഏതാണ്? അത് ഹാൽദിയ പോർട്ടാണ്. ദെൻ ഈ പോർട്ടിനെ വേറൊരു പേരൂടെ അറിയപ്പെടുന്നു ഡയമണ്ട് ഹാർബർ കേട്ടോ. അതും ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഡയമണ്ട് ഹാർബർ എന്നറിയപ്പെടുന്ന പോർട്ട് ഏതാണ്? ഓക്കെ, ഡയമണ്ട് ഹാർബർ. ഓക്കെ, ഡയമണ്ട് ഹാർബർ എന്നറിയപ്പെടുന്ന പോർട്ട് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനും ആൻസർ ഹാൽഡിയ പോർട്ടാണ്. അപ്പൊ ഈസ്റ്റേൺ ഇന്ത്യയുടെ ഗേറ്റ് വേ എന്നറിയപ്പെടുന്നു, അതുപോലെ തന്നെ ഡയമണ്ട് ഹാർബർ എന്നറിയപ്പെടുന്നു. രണ്ടും ഏതാണ്? രണ്ടും ഹാൽഡിയ പോർട്ട്. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാലോ അത് വെസ്റ്റ് ബംഗാളിലാണ് കേട്ടോ. ഹാൽഡിയ പോർട്ട് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ആൻസർ വെസ്റ്റ് ബംഗാളിൽ. ഹാൽഡിയ പോർട്ട് വെസ്റ്റ് ബംഗാളിലാണ്. ദെൻ ഹാൽഡിയ പോർട്ടിന്റെ അടുത്ത് തന്നെയാണ് ഏത് പേരിലും അറിയപ്പെടുന്നത്? ഗേറ്റ് വേ ഓഫ് ഈസ്റ്റേൺ ഇന്ത്യ എന്നും അതുപോലെ ഡയമണ്ട് ഹാർബർ എന്നും അറിയപ്പെടുന്ന പോർട്ട് ഏതാണ്? ഹാൽഡിയ പോർട്ടാണ്. നമുക്ക് 16th ക്വസ്റ്റ്യനിലോട്ട് പോവാം. Where was the first jute mill in India set up? ഇന്ത്യയിലെ ആദ്യത്തെ ജൂട്ട് മില്ല് സെറ്റപ്പ് ചെയ്തത് എവിടെയാണ്? നല്ല ക്വസ്റ്റ്യൻ ആട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ജൂട്ട് മില്ല് സെറ്റപ്പ് ചെയ്തത് എവിടെയാണ്? ഇന്ത്യയുടെ ഫസ്റ്റ് ജൂട്ട് മില്ല് സെറ്റപ്പ് ചെയ്യുന്നത് അത് റിഷ്രയിലാണ് കേട്ടോ. റിഷ്ര എവിടെയാണ്? വെസ്റ്റ് ബംഗാളില്. ഇന്ത്യയിലെ ആദ്യത്തെ ജൂട്ട് മില്ല് സെറ്റപ്പ് ചെയ്യുന്നത് വെസ്റ്റ് ബംഗാളിലെ റിഷ്രയിലാണ്. ഏത് വർഷമാണെന്ന് കൂടി പഠിച്ചോ? 1855. ഓക്കെ, അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ ജൂട്ട് മില്ല് വെസ്റ്റ് ബംഗാളിലെ റിഷ്രയിൽ സെറ്റപ്പ് ചെയ്യുന്നു ഇൻ ദ ഇയർ 1855. 1855 ഇന്ത്യയിലെ ആദ്യത്തെ ജൂട്ട് മില്ല് സെറ്റപ്പ് ചെയ്യുന്നത് വെസ്റ്റ് ബംഗാളിലെ റിഷ്രയിലാണ്. ക്ലിയർ ആണല്ലോ? നമുക്ക് 17th ക്വസ്റ്റ്യനിലോട്ട് പോവാം. നാഷണൽ ഹോർട്ടിക്കൾച്ചർ മിഷൻ വാസ് ലോഞ്ച്ഡ് ഇൻ ഏത് 5-year പ്ലാനിലാണ് നാഷണൽ ഹോർട്ടിക്കൾച്ചർ മിഷൻ ലോഞ്ച് ചെയ്യുന്നത്? നോട്ട് ചെയ്ത് തന്നെ പഠിച്ചോ, നല്ല ക്വസ്റ്റ്യൻ ആണ്. 10th 5-year പ്ലാനിലാണ് കേട്ടോ. നാഷണൽ ഹോർട്ടിക്കൾച്ചർ മിഷൻ ലോഞ്ച് ചെയ്യുന്നത് ഏത് 5-year പ്ലാനിലാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ 10th 5-year പ്ലാനിലാണ്. ഓക്കെ, ഇനി വർഷം ചോദിച്ചു കഴിഞ്ഞാലോ 2005-2006 ടൈം പീരീഡിലാണ്. ഓക്കെ, 2005-2006 ടൈം പീരീഡിലാണ് നാഷണൽ ഹോർട്ടിക്കൾച്ചർ മിഷൻ ലോഞ്ച് ചെയ്യുന്നത്. ഇനി ഏത് 5-year പ്ലാൻ ആണെന്ന് ചോദിച്ചാലോ അത് 10th 5-year പ്ലാൻ. ഓക്കെ, അപ്പൊ 10th 5-year പ്ലാനിൽ നാഷണൽ ഹോർട്ടിക്കൾച്ചർ മിഷൻ ലോഞ്ച് ചെയ്യുന്നു ഇൻ ദ ഇയർ 2005-2006. ഓക്കെ, ദെൻ അടുത്തത് പണ്ഡിറ്റ് രവിശങ്കർ ഈസ് ഫേമസ് ഫോർ വിച്ച് ഓഫ് ദ ഫോളോയിങ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്? ഇതിൽ ഏത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്ത ആരെന്ന് പറയുന്നത്? പണ്ഡിറ്റ് രവിശങ്കർ എന്ന് പറയുന്നത്. അപ്പൊ പണ്ഡിറ്റ് രവിശങ്കർ ഏത് ഇൻസ്ട്രുമെന്റ് ആണ്? സിത്താറുമായിട്ട് റിലേറ്റ് ചെയ്ത ആളാണ് കേട്ടോ. പണ്ഡിറ്റ് രവിശങ്കർ ഏത് ഇൻസ്ട്രുമെന്റുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു? സിത്താറുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. പഠിച്ചു വെച്ചോളുക, ഡയറക്ട്ലി ക്വസ്റ്റ്യൻ വന്നു. പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരതരത്ന അവാർഡ് ലഭിക്കുന്ന വർഷം എന്നാണ്? പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരതരത്ന അവാർഡ് ലഭിക്കുന്ന വർഷം എന്നാണ്? അതിന് ആൻസർ 1999-ലാണ്. ഓക്കെ, പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരതരത്ന അവാർഡ് ലഭിക്കുന്ന വർഷം എന്നാണെന്ന് ചോദിച്ചാൽ അതിന് ആൻസർ 1999. ഓക്കെ, പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരതരത്ന കൂടാതെ പത്മഭൂഷണും പത്മവിഭൂഷണും ലഭിച്ചു. പത്മഭൂഷൺ ലഭിച്ച വർഷം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1967-ലും പത്മവിഭൂഷൺ ലഭിച്ച എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നാണ് എയർ പ്രിവെൻഷൻ ആൻഡ് പൊല്യൂഷൻ ഓഫ് കൺട്രോൾ ആക്ടും. ഓക്കെ, എയർ പ്രിവെൻഷൻ ആൻഡ് പൊല്യൂഷൻ ഓഫ് കൺട്രോൾ ആക്ടും പണ്ഡിറ്റ് രവിശങ്കറിന് പത്മവിഭൂഷൺ ലഭിച്ച വർഷമാണ്. അത് പറയാൻ കാരണം അവിടെ ഡയറക്ട്ലി ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എയർ പ്രിവെൻഷൻ ആൻഡ് പൊല്യൂഷൻ ഓഫ് കൺട്രോൾ ആക്ട് എന്നാണത് 1981-ലാണ്. ആ 1981-ലാണ് ആർക്ക് പത്മവിഭൂഷൺ ലഭിക്കുന്നത്? പണ്ഡിറ്റ് രവിശങ്കറിന് പത്മവിഭൂഷൺ ലഭിക്കുന്നത്. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഇറക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകും. ഒരു 1 ടൈം ക്ലാസ് കേൾക്കുക, ദെൻ വീണ്ടും കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്യുമ്പോൾ ഒരു ഈ 1 വീക്കിൽ പഠിക്കുന്ന കാര്യം ശനിയും ഞായറും ഇരുന്ന് റിവൈസ് ചെയ്യുക. അങ്ങനെ കുറേ റിവൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി നമ്മളങ്ങ് പഠിക്കും.
ഓക്കെ, അപ്പോൾ പണ്ഡിറ്റ് രവിശങ്കറിന് ഭാരതരത്ന ലഭിക്കുന്ന വർഷം അത് 1999-ലാണ്. പത്മഭൂഷൺ ആണെങ്കിൽ 1967-ലും പത്മവിഭൂഷൺ ആണെങ്കിൽ 1981-ലും. തൊട്ടടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. According to Census of India 2011, which state in India has highest female literacy rate? ഏറ്റവും കൂടുതൽ ഫീമെയിൽ ലിറ്ററസി റേറ്റ് ഉള്ള സ്റ്റേറ്റ് ഏതാണ്? നമുക്കറിയാം ഏതാണ്, കേരളയാണ്. ഇത് പഠിക്കുമ്പോൾ നമ്മുടെ ലിറ്ററസി റേറ്റ് 2011 പ്രകാരം നമ്മുടെ ലിറ്ററസി റേറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 74.04% ആണ് കേട്ടോ. എത്രയാണ് നമ്മുടെ ലിറ്ററസി റേറ്റ്? 74 ഒന്നുകൂടി എഴുതാമേ, 74.04% എന്നുള്ളതാണ് നമ്മുടെ ലിറ്ററസി റേറ്റ്. ഇതിൽ പ്രോപ്പർലി പഠിക്കണം മെയിൽ ലിറ്ററസി എത്രയാ, ഫീമെയിൽ ലിറ്ററസി എത്രയാ. ഞാൻ ഇങ്ങനെ പറയാനുള്ള കാരണം ഡയറക്റ്റ്ലി എക്സാമിന് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൽ ലിറ്ററസി ആൻഡ് ഫീമെയിൽ ലിറ്ററസി ക്വസ്റ്റ്യൻ വന്നു. ദെൻ റീസെന്റ് ലാസ്റ്റ് നടന്ന SSCയുടെ ഡൽഹി പോലീസ് കോൺസ്റ്റബിൾ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ ലിറ്ററസി ആൻഡ് ഫീമെയിൽ ലിറ്ററസി. ഇത്തരത്തിൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ക്ലിയർലി ആൻസർ ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ എന്ത് തന്നെ വേണം, ക്ലിയർ ആയിട്ട് ഈ വാല്യൂ അറിയണം. 82.14% ആണ് മെയിൽ ലിറ്ററസി, 65.46% ആണ് എന്തെന്ന് പറയുന്നത് ഫീമെയിൽ ലിറ്ററസി എന്ന് പറയുന്നത്. ഇത് രണ്ടും പഠിച്ചു വെച്ചാൽ ഡിഫറൻസ് ബിറ്റ്വീൻ മെയിൽ ലിറ്ററസി ആൻഡ് ഫീമെയിൽ ലിറ്ററസി ചോദിച്ചാലും ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ ലിറ്ററസി ആൻഡ് ഫീമെയിൽ ലിറ്ററസി ചോദിച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റൂലേ? പറ്റും. ടോട്ടൽ ലിറ്ററസി എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 74.04%. അതിൽ മെയിൽ ലിറ്ററസി എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 82.14. ഫീമെയിൽ ലിറ്ററസി എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 65.46%. ഇത് കൂടാതെ 1947-ലെ ലിറ്ററസി റേറ്റ് എത്രയാണെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 1947-ലെ ലിറ്ററസി റേറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12% ആണ്. അതുപോലെ തന്നെ 1951 ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് 1951-ലെ ലിറ്ററസി റേറ്റ് എത്രയാണെന്ന് വെച്ചാൽ 18.33%. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസാ, എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാ. സെയിം ക്വസ്റ്റ്യൻ ഇനിയും റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ 1947-ലാണെങ്കിൽ 12%, 1915-ലാണെങ്കിലോ 51-ലാണെങ്കിലോ 18.33% ആയിരുന്നു നമ്മുടെ ലിറ്ററസി റേറ്റ്. ഒന്നുകൂടി പറയാൻ ശ്രദ്ധിച്ചോണേ. 2011-ലെ സെൻസസ് പ്രകാരം ലിറ്ററസി റേറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 74.04%. അതിൽ മെയിൽ ലിറ്ററസി എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 82.14. ഫീമെയിൽ ലിറ്ററസി എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 65.46% ആണ്. 1947-ലെ ലിറ്ററസി റേറ്റ് 12%. 1951-ലെ ലിറ്ററസി റേറ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 18.33% ആണ്. നമുക്ക് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് വരാം. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. The name of Brahmin priest who later came to be known as രാമകൃഷ്ണ പരമഹംസ. ഓക്കെ, രാമകൃഷ്ണ പരമഹംസ എന്നറിയപ്പെടുന്നു. അയാളുടെ പേര്, റിയൽ നെയിം, രാമകൃഷ്ണ പരമഹംസയുടെ റിയൽ നെയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗദാധർ ചതോപാധ്യായ എന്നാണ് കേട്ടോ. രാമകൃഷ്ണ പരമഹംസയുടെ ഡിസിപ്പിൾ ആയിരുന്നു ആര്? സ്വാമി വിവേകാനന്ദ. ഓക്കെ, അപ്പൊ സ്വാമി വിവേകാനന്ദാണ് എന്ത് എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? രാമകൃഷ്ണ മിഷൻ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഏത് വർഷം? 1897-ല് രാമകൃഷ്ണ മിഷൻ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഓക്കെ, 1897-ല് രാമകൃഷ്ണ മിഷൻ 1897-ല് രാമകൃഷ്ണ മിഷൻ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആരാണ്? അത് രാമകൃഷ്ണ പരമഹംസയുടെ ഡിസിപ്പിൾ ആയിട്ടുള്ള ആര്? സ്വാമി വിവേകാനന്ദ. ഓക്കെ, രാമകൃഷ്ണ പരമഹംസയുടെ ഡിസിപ്പിൾ ആയിട്ടുള്ള സ്വാമി വിവേകാനന്ദയാണ് എന്ത് എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? രാമകൃഷ്ണ മിഷൻ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ രാമകൃഷ്ണ പരമഹംസയുടെ നെയിം എന്തായിരുന്നു? ഗദാധർ ചതോപാധ്യായ. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, ഓക്കെ. അപ്പൊ എന്ത് ചെയ്യുക? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ? ബട്ട് ഈ 20 ക്വസ്റ്റ്യൻസ് മാത്രമല്ല, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറേ ഫാക്റ്റുകൾ നമ്മൾ പഠിച്ചില്ലേ? അപ്പൊ അത്തരം കാര്യങ്ങൾ നോട്ട് ചെയ്ത് വീണ്ടും റിവൈസ് ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുക. നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം. ഓക്കെ, ബൈ, താങ്ക് യു.